നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ. പൂവച്ചലിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി വീണ്ടും മോഷണം. പൂവച്ചൽ കോട്ടക്കുഴി വാസുദേവത്തിൽ ആർമി ഉദ്യോഗസ്ഥനായ വിവേകിന്റെ വീട്ടിലാണ് പട്ടാപ്പകൽ കവർച്ച നടന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 15 പവൻ സ്വർണ്ണാഭരണങ്ങളും ലോക്കറിന്റെ താക്കോലും വീടിന് മുന്നിലുണ്ടായിരുന്ന CCTV ക്യാമറയും മോഷ്ടാവ് കവർന്നു. വിവേക് നിലവിൽ ആർമിയിൽ ജോലിയായതിനാൽ ഭാര്യ ജയലക്ഷ്മിയും 2 കുഞ്ഞുങ്ങളുമാണ് ഈ വീട്ടിൽ താമസം. ഇന്ന് രാവിലെ 10 മണിയോടെ ജയലക്ഷ്മി വീട് പൂട്ടി തിരുവനന്തപുരത്തുള്ള കോളേജിലേക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠനത്തിനായി പോയ സമയത്തായിരുന്നു മോഷണം. വൈകുന്നേരം 4 മണിയോടെ ഇവർ തിരികെ വീട്ടിലെത്തി മുൻവാതിൽ തുറന്നപ്പോൾ അകത്തെ എല്ലാ ലൈറ്റുകളും തെളിഞ്ഞു കിടക്കുന്നത് കണ്ട് സംശയം തോന്നി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അടുക്കള വാതിൽ കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. ബെഡ്റൂമിലെ അലമാരയും പൂർണ്ണമായി തകർത്ത നിലയിലായിരുന്നു. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വിവേകിന്റെ മാല, ജയലക്ഷ്മിയുടെ താലിമാല, വളകൾ, കുഞ്ഞുങ്ങളുടെ ആഭരണങ്ങൾ എന്നിവയാണ് നഷ്ടപ്പെട്ടത്. വീടിന്റെ 2ാം നിലയിലെ പിൻവാതിൽ ഉൾപ്പെടെ എല്ലാ വാതിലുകളും മോഷ്ടാവ് തുറക്കാൻ ശ്രമിച്ചിരുന്നു. തേങ്ങ പൊളിക്കാനായി വീടിന് പിന്നിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് പാര ഉപയോഗിച്ചാണ് കള്ളൻ അടുക്കള വാതിൽ കുത്തി തുറന്നത്. മോഷണ വിവരമറിഞ്ഞ് കാട്ടാക്കട സബ് ഇൻസ്പെക്ടർ മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. വാതിൽ പൊളിക്കാൻ ഉപയോഗിച്ച പാര പോലീസ് ഒരിടത്തിൽ നിന്നും കണ്ടെടുത്തു. കവർച്ചയ്ക്ക് ശേഷം തന്റെ ദൃശ്യങ്ങൾ പതിയാതിരിക്കാൻ മുൻവശത്തുണ്ടായിരുന്ന CCTV ക്യാമറയും കള്ളൻ അഴിച്ചെടുത്തു കൊണ്ടുപോയി. മോഷണം നടത്തിയ ശേഷം ഈ പുരയിടത്തിൽ നിന്നും പുറത്തു കടക്കാനായി വീടിന്റെ സൈഡിൽ ഇരുന്നിരുന്ന പാചകവാതക സിലിണ്ടർ എടുത്തുകൊണ്ടുവന്ന് മതിലിനോട് ചേർത്ത് വച്ച് അതിൽ ചവിട്ടിക്കയറിയാണ് മോഷ്ടാവ് മതിൽ ചാടി രക്ഷപ്പെട്ടത്.